വികസനം ജന്മാവകാശമെന്ന മുദ്രാവാക്യം ഉയർത്തി മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ബിജെപിയുടെ മെഗാ അദാലത്തും ജനസംഗമവും സംഘടിപ്പിക്കും. മമ്പറം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന മെഗാ അദാലത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജയും ജനങ്ങളുടെ പരാതികൾ നേരിട്ട് സ്വീകരിക്കും. വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, പിണറായിയുടെ മടയിലേക്കാണ് ചെല്ലുന്നത്. ധർമ്മടത്തിന്റെ ധർമ്മസങ്കടം ഒരുപാട് നാളായി അവിടെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രം അത് കേൾക്കുന്നില്ല. ആ ഒരു സമയത്താണ് ബിജെപിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി എന്ന് തന്നെ പറയാം. ബിജെപി അവിടേക്ക് ചെല്ലുന്നു, ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരുങ്ങുകയാണ്. എങ്ങനെ പ്രതീക്ഷിക്കാം ജനപങ്കാളിത്തം? ഒപ്പം എന്തൊക്കെ പ്രതീക്ഷകളാണ് ബിജെപിക്ക് ഈ ചെങ്കോട്ടയായ കണ്ണൂരിൽ ഉള്ളത്? മിഥുൻ. അശ്വതി, വികസനം ജന്മാവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ഇത്തരമൊരു പരിപാടി ബിജെപി സംഘടിപ്പിച്ചിരിക്കുന്നത്. മെഗാ അദാലത്ത്, അതുപോലെ തന്നെ ജനസംഗമം എന്നീ രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ കഴിഞ്ഞ 10 വർഷമായി കാര്യമായ വികസന പദ്ധതികളൊന്നും തന്നെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല. ആ സംസ്ഥാനത്ത് നടക്കാത്ത, അതിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ധാരാളം ജനങ്ങൾ സംസ്ഥാനത്തുണ്ട്. ആ ജനങ്ങളിൽ നിന്ന് നേരിട്ട് സഹായം സ്വീകരിക്കാവുന്ന എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജെ, അതുപോലെ തന്നെ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വലിയൊരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഈ ഒരു പരിപാടിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഈ ഒരു നിമിഷം പ്രതീക്ഷിക്കുന്നതിലും. ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിരവധി കൗണ്ടറുകൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഈ ജനങ്ങൾക്ക് വികസനം എത്തിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു പരിശോധന കൂടിയായി ഈ ഒരു പരിപാടി മെഗാ അദാലത്തും ജനസംഗമവും മാറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഒരു വലിയ ജനവിഭാഗം തന്നെ ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ നമ്മോടൊപ്പം ഉണ്ട്. മാഷേ, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ തന്നെയാണ് ഈ ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. എത്രത്തോളം ഈ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യം എത്രത്തോളം ഫലവത്താണ് ഈ ഒരു ജനപങ്കാളിത്തം കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും? തീർച്ചയായിട്ടും വികസനം ജന്മാവകാശം എന്ന മുദ്രാവാക്യം ജനങ്ങൾ ശിരസിലേറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന പാർട്ടി സംഘാടകരുടെ പ്രതീക്ഷയെ മറികടക്കുന്ന തരത്തിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരാൻ ഉള്ള സാധ്യത കാണുന്നു. ധാരാളം പേര് വരും. എത്ര പേര് വന്നാലും അത്രയും ആളുകളുടെ വികസന സംബന്ധമായ പരാതികളും നിർദ്ദേശങ്ങളും പാർട്ടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ നിർദ്ദേശങ്ങളും പരാതികളും വെച്ചുകൊണ്ടായിരിക്കും ഒരു പുതിയ കേരളത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടി പാർട്ടി ആസൂത്രണങ്ങൾ നടത്തുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വയ്ക്കുന്നു എന്നുള്ളത് പ്രതീകാത്മകമാണ്. മുഴുവൻ അസംബ്ലി മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ ചെറിയ തോതിൽ പാർട്ടി മുമ്പേ തന്നെ നടത്തി വരുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മണ്ഡലം എന്ന് പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് വലിയ അവകാശവാദം ഉന്നയിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ വല്ലാതെ അങ്ങ് മാറ്റിമറിച്ചു കളഞ്ഞു എന്നൊക്കെയാണ്. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്ന് ഈ കാണുന്ന ജനതയെ തന്നെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പം മാഷേ, ഇപ്പോൾ അതിദരിദ്രയില്ലാത്ത സംസ്ഥാനം എന്നാണ് കേരളത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ആറളത്ത് ആയിരക്കണക്കിന് വനവാസികൾ വലിയ ദുരിതത്തിൽ കഴിയുന്നത്. ദിനംപ്രതി എന്നോണം ആന ചവിട്ടിക്കൊല്ലുന്നൊരു സാഹചര്യം പോലും അവിടെയുണ്ട്. അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൊള്ളയാണ് എന്നൊരു കാര്യം കൂടിയല്ലേ? തീർച്ചയായിട്ടും ധാരാളം കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ വരുത്തുന്നു. പക്ഷെ ആ പദ്ധതികളുടെ നടത്തിപ്പ് പോലും വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ അതിദരിദ്രമുക്ത കേരളം എന്നൊരു അവകാശവാദമാണ് ഇപ്പോൾ പുതിയതായിട്ട് അവർ പറയുന്നത്. എന്നാൽ നമ്മൾ കേരളത്തിലെ വീടുകൾ നോക്കൂ. വീടുകളിലെല്ലാം പ്രായം ചെന്ന അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. മക്കളൊക്കെ വിദേശത്താണ്. പഠനത്തിന് വേണ്ടി, തൊഴിലിന് വേണ്ടി വിദേശത്തെ ആശ്രയിക്കേണ്ടി വരികയാണ്. കേരളത്തിലെ യഥാർത്ഥ വിഭവ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിന് വികസിക്കാൻ ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. കേന്ദ്രം നിർദ്ദേശിക്കുന്ന വികസന പദ്ധതികൾക്ക് വേണ്ടി സ്ഥലമെടുക്കാൻ സംസ്ഥാന സർക്കാർ സ്ഥലമെടുക്കുന്ന ആ സമയത്ത് അവർക്ക് വേണ്ട നഷ്ടപരിഹാരം കൊടുക്കാൻ പോലും സമയാസമയത്ത് പറ്റുന്നില്ല. ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിനെ സംബന്ധിച്ച് ധാരാളം ഇവിടെ വന്നപ്പോൾ തന്നെ ആളുകൾ ധാരാളം പേര് പറയുകയാണ് അവർക്ക് സ്ഥലമെടുപ്പിനുള്ള പണം ലഭിക്കുന്നില്ല. ഈ ഹൈവേ വികസന
വികസനവുമായി ബന്ധപ്പെട്ട കാര്യം. കേന്ദ്രം നല്ല ഫണ്ട് കൊടുക്കുന്നു, പക്ഷേ സ്ഥലമെടുപ്പിന് അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. അതുപോലെ പല ക്ഷേമ പദ്ധതികളും വേണ്ട രീതിയിൽ ജനങ്ങൾ അവകാശവാദങ്ങളുണ്ട്, പക്ഷേ അത് യഥാർത്ഥത്തിൽ കാണുന്നില്ല. അതാണ് ഇത്രയധികം ആളുകൾ ഒരു പരാതി സ്വീകരിക്കുന്ന കേന്ദ്രം എന്ന നിലയ്ക്ക് എല്ലാവരും ഇവിടേക്ക് വരാനുള്ള കാരണം. എങ്ങനെയെങ്കിലും ഈ പരാതികൾ പരിഹരിക്കപ്പെടണം എന്നുള്ളവരുടെ ആഗ്രഹമാണ്. അപ്പോൾ പരാതികളുണ്ട്, ധാരാളം പരാതിക്കാർ അനവധിയുണ്ട്. അതെല്ലാം കേൾക്കാനും അതിന് പരിഹാരം കാണാനുമാണ് പാർട്ടിയുടെ പരിശ്രമം. ഈ സംസ്ഥാന സർക്കാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഒരു സോപ്പ് കുമളയാണ് എന്നൊരു സംഭവം തന്നെയല്ലേ ഇപ്പോൾ ഈ ആളുകളുടെ ജനപങ്കാളിത്തം തെളിയിക്കുന്നത്? ആണല്ലോ, അല്ലെങ്കിൽ പരാതി ഇല്ലെങ്കിൽ ആളുകൾ വരില്ലല്ലോ. അപ്പോൾ പരാതി എല്ലാം പരിഹരിച്ചു. എത്രയാണ് 900 വാഗ്ദാനങ്ങൾ ഞങ്ങൾ ജനങ്ങൾക്ക് നൽകി, ആ 900 ഞങ്ങൾ പരിഹരിക്കാൻ പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പിന്നെ പരാതിക്കാരായിട്ട് ആരും ഉണ്ടാകരുത്. പക്ഷേ ആയിരക്കണക്കിന് ആളുകളാണ് വന്നെത്തുന്നത്. അപ്പോൾ പരാതികളുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ സോപ്പ് കുമിള തന്നെയാണ്. ഒരു ചെറിയൊരു മുട്ടുസൂചി എടുത്തു കുത്തി അത് പൊട്ടിപ്പോകാവുന്നേ ഉള്ളൂ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പൊള്ളയാണ്, പൊള്ളയായ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ് ഇവിടുത്തെ ഈ ജനക്കൂട്ടം. ും മാസ്റ്ററുടെ വാക്കുകളിൽ നിന്നും തന്നെ വ്യക്തമാണ് എത്രത്തോളം BJP ഉയർത്തുന്ന മുദ്രാവാക്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വാഗ്ദാനങ്ങളും അവർ അവകാശപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ പൊള്ളയാണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ BJP ദേശീയ ഉപാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി കൂടി നമ്മളൊപ്പം ചെയ്തു. എങ്ങനെയുണ്ട് ഈ ഒരു പരിപാടി? എങ്ങനെ നോക്കിക്കാണും? ഇത് വികസനം ജന്മാവകാശം എന്ന സന്ദേശവുമായി ഒരു മെഗാ അദാലത്താണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കേന്ദ്രമന്ത്രിയും പാർട്ടിയുടെ പ്രസിഡൻറ്റും ഒക്കെ ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പാർലമെൻറ്റ് മെമ്പർ സദാനന്ദ മാഷും ഈ ചടങ്ങിൻ്റെ ഭാഗമാണ്. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാട്ടിലാണ് ഈ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തെമ്പാടും കുളിർമഴയായി പെയ്തിറങ്ങിയാണ്. പക്ഷേ പല പദ്ധതികളും നമ്മുടെ സംസ്ഥാനത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല. അപ്പം ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും അവരുടെ നിവേദനങ്ങളും സ്വീകരിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് സഹകരിക്കാത്തത് ഉൾപ്പെടെ എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു കാര്യമായ ശ്രമമാണ് ഇന്നത്തെ ഈ ജനസമ്പർക്ക പരിപാടിയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിന്ന് കിട്ടുന്ന പരിവേദനങ്ങളും നിവേദനങ്ങളും എല്ലാം തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തി ജനങ്ങൾക്ക് ആശ്വാസവും ക്ഷേമവും എത്തിക്കാനുള്ള ഒരു വലിയ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഇത്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഭാവിയിൽ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അതിലും ഓരോ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പദ്ധതികളുണ്ട്, കേന്ദ്രത്തിൻ്റെ ഉൾപ്പെടെ ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ പോലും പലപ്പോഴും സംസ്ഥാനത്ത് നടപ്പിലാകാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ പദ്ധതികളുടെ ഭാഗമാകാൻ സാധിക്കാത്ത ആളുകളുടെ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കുന്ന രീതിയിലേക്ക് അത്തരത്തിലൊരു ആളുകളുടെ പരാതികൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഈ ഒരു മെഗാ അദാലത്തിലൂടെ BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. വലിയൊരു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകാൻ വേണ്ടി പരാതി നൽകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പല ആളുകളും ഇപ്പോൾ നേരത്തെ സദാനന്ദ മാസ്റ്റർ പറഞ്ഞ പോലെ എയർപോർട്ടിൻ്റെ സ്ഥലം ഏറ്റെടുത്ത ശേഷം അവർക്ക് പണം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. സ്ഥലം വിൽക്കാൻ സാധിക്കാത്ത ആ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ഇവിടെ BJPയുടെ കേന്ദ്രമന്ത്രിയുടെ അതുപോലെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ്റെ മുൻപിൽ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ ആളുകൾ ഒന്നടങ്കം ഈ ഒരു പരിപാടിയിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വതി. ശരി മിഥുൻ, അത് തന്നെയാണ് വികസനം ജന്മാവകാശം എന്ന മുദ്രാവാക്യവുമായി പിണറായിയുടെ മടയിലേക്കാണ് BJP ചെല്ലുന്നത്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരിട്ടിറങ്ങുകയാണ് BJP. മിഥുനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിന്